ഹലോ ഗായ്സ്, ലിജീസ് കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് റംബൂട്ടാനച്ചാർ ഉണ്ടാക്കിയാലോ. ചെറിയ പുളിപ്പും മധുരവും ഒക്കെ ആയിട്ടുള്ള ഈ റംബൂട്ടാനച്ചാർ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചേ വെക്കുന്നുള്ളൂ, ഒരു 2 ദിവസത്തേക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളതാണ് വെക്കുന്നത് ഇന്നിവിടെ. അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ അതിനകത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ചുവപ്പ് നിറമാവുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിരിക്കുന്ന തീനെ നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഈ റംബൂട്ടാൻ ഇട്ട് കൊടുത്ത് നല്ലോണം അത് ഇളക്കി കൊടുത്ത് ഇതെല്ലാം നല്ല മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ആയി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. നമ്മളൊരു ദിവസം കഴിഞ്ഞ് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്നാലേ കിട്ടുകയുള്ളൂ. ഈ മുളക് പൊടിയും ഇതെല്ലാം കൂടെ ചേർന്ന് കായപ്പൊടി എല്ലാം കൂടി ഇതിൽ പിടിക്കണം, ഉപ്പ് ഇതെല്ലാം കൂടി നല്ലോണം ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1-2 ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. വെച്ചും പാടെ ഉപയോഗിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം ഇതെല്ലാം പിടിക്കണമല്ലോ. മഞ്ഞൾപ്പൊടി ഇതെല്ലാം പിടിക്കണം, മുളക് പൊടിയും കായപ്പൊടിയും ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഇതിൽ പിടിച്ചാലേ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് ഈ റംബൂട്ടാനച്ചാർ വെച്ച് കഴിച്ചിട്ടില്ലാത്തവരിതൊന്നും ഉണ്ടാക്കി നോക്കണേ. റംബൂട്ടാനച്ചാർ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ, ഇല്ലാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിച്ചിട്ടുള്ളവർ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാണാം. ബൈ ബൈ.